ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പേഴ്സണലായ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ല. രണ്ടും കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ? അയ്യോ ചേച്ചി, ഋതികേ, എടി ഋതികേ, ഋതികയില്ലേ ഇതിനകത്ത്? എടി ഋതികേ, തുറക്കാൻ. അവളിവിടെ ഇല്ലല്ലേ? യാമിനി കൂടി ഒത്തോണ്ടുള്ള പരിപാടിയല്ലേ ഇത്? ഞാൻ അവളെ ശരിയാക്കി കൊടുക്കാം. അയ്യോ ചേച്ചി. ഋതികേ, എടാ ദീപക്കേ, ദീപക്കേ, എന്താ അമ്മേ? എടാ ഈ മുറി പുറത്തുനിന്ന് പൂട്ടിയതാണോ അതോ അകത്തുനിന്ന് കുറ്റിയിട്ടതാണോന്ന് എനിക്കറിയണം. അവൾ ഇതിനകത്തില്ലാന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. നീ വാതില് ചവിട്ടി തുറക്ക. ശരി അമ്മേ. അയ്യോ മോനെ, എടാ എന്തേലും പറ്റിയോ? ചേച്ചി മൂക്കടിച്ചല്ലേ വീണത്, എന്തെങ്കിലും പറ്റിക്കാണും. ഞാൻ ഇത്രയും നേരം വിളിച്ചത് നീ കേട്ടില്ലേ? അയ്യോ, ഞാൻ വെളുക്കുന്നത് വരെ പഠിക്കായിരുന്നു അമ്മായി. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. മോനെ വാ, എഴുന്നേക്ക് പതിയെ. പതുക്കെ. പ്രിയ ചേച്ചി, പ്രിയ ചേച്ചി, എന്താ രമ്യേ, രാജു എവിടെ? രാജു ഇവിടെ ഇല്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചായിരുന്നു പ്രിയെ. ഇല്ല. ഹാ, അത് ഞാൻ അറിഞ്ഞു. അത് തന്നെയാ രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നേ. നീ തുള്ളി തുള്ളി ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ തക്കതായ കാര്യമുണ്ടെന്ന്. എന്താ രമ്യേ? രാജു ഇന്നലെ കറക്കുമായിരുന്നൊരു ന്യൂസ് ഞാൻ കേട്ടു. കറക്കോ? എവിടെ? എവിടെയാന്നൊന്നും എനിക്കറിയില്ല. അവളും അവനും കൂടിയായിരുന്നു കറക്കം. ഓ, ഈ അവളെന്ന് രമ്യ ഉദ്ദേശിച്ചത് ഋതികയാണോ? പിന്നെ അല്ലാതെ ആരെയാ? അല്ല, അവരെവിടെ കറങ്ങിയെന്ന രമ്യ പറയുന്നേ? എന്ത് മണ്ടൻ ചോദ്യമാണ് ഇവളീ ചോദിക്കുന്നത്? അവനൊരാണും അവളൊരു പെണ്ണും. അവളെ കന്യാകുമാരിയിലോ പൊന്മുടിയിലോ പോയി കാണും. അവൻ അവളെ വേണ്ടെന്ന് പറയുന്നു, പിന്നെ അവളോട്ട് കറക്കോ കറങ്ങും. ഇതെന്തോന്നാണ് ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഒരു സംശയം പറഞ്ഞ ഇത് ഗദറാണ്. എന്തോന്ന്? ഞാൻ മേട്ടുപ്പാളയത്തൊരു വീട്ടിൽ നിൽക്കുമ്പം അവിടുത്തെ മുതലാളിയും വേറൊരു പെണ്ണുമായിട്ട് ഗദറായിരുന്നു. അയ്യോ, ലിവിന്റെ ഗദർ. അതിനാ ഇവര് ഈ ഗദർ ഗദർ എന്നൊക്കെ പറയുന്നത്. ലോകത്തുള്ള സകല ഉടായ്പ ഈ തള്ളക്കറിയാം. എടാ, നിന്റെ അച്ഛനുണ്ടല്ലോ, വേലിപ്പുറത്ത് വേലവേലായുധൻ. ഓ, അയാൾ ഒരിക്കലൊരു തമിഴത്തിയുമായിട്ട് ഗദറായതാ. അമ്മിക്കല്ലിനെ ഇടിച്ചാ ഞാൻ ഒതുക്കിയത്, അറിയാമോ? ഈ കാലത്തൊരു ഗദറൊക്കെ ഉള്ളത് നല്ലതാ, അതാ എല്ലാവരുടെയും അഭിപ്രായം. ഇവര് പല വിവരദോഷം പറയും. അത് കേട്ട് നീ എന്നോട് വഴക്കിന് വരില്ലേ പ്രിയെ? ഞാൻ ആലോചിച്ചിട്ട് രാജുവിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഗദറിനെ കൊണ്ടേ പറ്റൂ. അല്ല,
ഒരു ചെറുപ്പക്കാരനും 2 പെണ്ണുങ്ങളും. 2 പേർക്കും രാജുവിനെ കെട്ടണം. ഒരാള് കെട്ടിക്കോട്ടെ, ഒരാള് കതറും ആയിക്കോട്ടെ. ഓ എന്റെ അമ്മേ, നിങ്ങൾ നാക്കും നടക്കിക്കൂടെ? പ്രശ്ന പരിഹാരത്തിന് ഉപാധി കൊണ്ടുവന്നിരിക്കുന്നു. ഗദർ നിക്കണവിടെ. എന്താ? അല്ല, പ്രായത്തിൽ എന്നെക്കാട്ട് ഇളയതായത് കൊണ്ടും ഞാൻ മൂത്ത അളിയനായോണ്ടും ഒരധികാര പാപത്തിൽ വിളിച്ചതാണ്. സോറി, കുഴപ്പമില്ലല്ലോ. മൂത്താളിയും സോറിയൊക്കെ പറയുമായിരിക്കും, പക്ഷേ എനിക്ക് സത്യം അറിയണം. എന്താ സത്യം? അല്ല, ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചതിക്കുന്നത് തെറ്റാണ് മോനെ. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? എനിക്ക് പല ജോലി തിരക്കും ഉണ്ടാവും. ഒരുപക്ഷെ ഒരു രാത്രി ഞാൻ വന്നില്ല എന്നൊരിക്കും. ആ മന്ത്രിയുടെ മകളുമായിട്ടേ കറങ്ങി നടക്കുന്നതാണോ നിങ്ങളുടെ ജോലി തിരക്ക്? Shut up you. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പേഴ്സണലായ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ല. എല്ലാരും ഉണ്ടല്ലോ, എന്താ ഒരു ഡിസ്കഷൻ? ഒന്നുമില്ല മാഡം, ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞു നീക്കുകയായിരുന്നു. എന്താ രാജു, നല്ല ക്ഷീണമുണ്ടല്ലോ. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഇന്നലെ രാത്രി ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു മാഡം, ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോ ഇന്നലെ രാത്രിയില് രാജു ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഇവിടെ ഇല്ലായിരുന്നു. രാജുവിനോട് ഞങ്ങളത് ചോദിക്കുകയായിരുന്നു. ഓ, രാജുവിന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. കോളേജ് കാലത്തെ ഫ്രണ്ടാ മാഡം. അല്ല, ആ ഫ്രണ്ടിന്റെ വീട് എവിടെയാ? ആ, അത് ഇവിടെ അടുത്ത് തന്നെയാ, ശാസ്തമംഗലം. അകലെ